വളാഞ്ചേരി പൂക്കാട്രി അൽഫ മെഡിക്കെയർ വലിയൊരു അംഗീകാരത്തിന് നിറവിലാണ്. NABH നാഷണൽ അക്രഡിറ്റേഷൻ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് അൽഫ മെഡിക്കെയർ ആശുപത്രിക്ക്. 6 വർഷമായി എടിയൂർ പഞ്ചായത്തിലെ പൂക്കാട്ടിൽ പ്രവർത്തിക്കുന്ന അൽഫ മെഡിക്കെയർ നൂറുകണക്കിന് രോഗികൾക്ക് ആശ്വാസ കേന്ദ്രമായി, ഒപ്പം തന്നെ പ്രസവ ചികിത്സയ്ക്കും മറ്റും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസ കേന്ദ്രമായ അൽഫ മെഡിക്കെയർ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മാനിച്ചാണ് ദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുന്നത്. അംഗീകാരം ലഭിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ ഒരു ആശുപത്രിക്ക് അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയ അംഗീകാരം ലഭിക്കുന്നത്. വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടത്തി വന്ന് ആ ഒരു പദവിയിലേക്ക് എത്തിയതിൻ്റെ ആഘോഷ തിമിർപ്പിലാണ് അല്ലെങ്കിൽ ആഹ്ലാദത്തിലാണ് മാനേജ്മെൻറ്റ്. രോഗികളുടെ സുരക്ഷയും ഒപ്പം ഏറ്റവും മികച്ച പരിചരണവും നൽകി ആരോഗ്യ പ്രവർത്തന മേഖലയിൽ പൂക്കാട്രിയിൽ തല ഉയർത്തി നിൽക്കുന്ന അൽഫ മെഡിക്കെയർ ഡയറക്ടർ ഡോക്ടർ റഹ്മത്ത് ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ സീനിയർ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ റഹ്മത്ത് ബീഗം അവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം വളരെ ശ്രമകരമായി പ്രവർത്തിച്ചതിൻ്റെ രോഗികൾക്ക് ആശ്വാസമായി മനുഷ്യ സഹജമായ ഇടപെടലിലൂടെ മികച്ച പരിചരണം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അംഗീകാരം അൽഫ മെഡിക്കെയർ ആശുപത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. 6 വർഷം മുൻപാണ് ആശുപത്രി എടിയൂർ പഞ്ചായത്തിലെ ഈ പൂക്കാട്രിയിൽ ഒരു ചെറിയ ക്ലിനിക്കായി പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് ഓരോ പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നൽകി രോഗി പരിചരണം വളരെ നല്ല രീതിയിൽ സുസ്ഥിരമായ സേവനം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് NABHൻ്റെ അംഗീകാരം അൽഫ മെഡിക്കെയറിന് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അക്രഡിറ്റേഷൻ ദേശീയ അംഗീകാരം ലഭിക്കുക എന്നുള്ളത് വളരെ എളുപ്പമല്ല. ആസൂത്രണ മികവും ഒപ്പം മാസങ്ങളോളം നീണ്ട പരിശീലനങ്ങളും പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങളുടെയും അവരുടെയെല്ലാം നല്ല അഭിപ്രായങ്ങളുടെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ദേശീയ അക്രഡിറ്റേഷൻ കമ്മിറ്റി പ്രവർത്തനങ്ങൾ വിലയിരുത്താറുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു അംഗീകാരം ദേശീയ അംഗീകാരം ആശുപത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും എല്ലാ വിഭാഗങ്ങളിലായി പ്രമുഖരായ ഡോക്ടർമാർ, പരിചയസമ്പന്നരായ ഡോക്ടർമാർ അൽഫ മെഡിക്കെയറിലെത്തുന്നു. പ്രധാനമായും പ്രസവ ചികിത്സാ രംഗത്ത് ഡോക്ടർ റഹ്മത്ത് ബീഗം, പരിചയസമ്പന്നയായ ഡോക്ടർ റഹ്മത്ത് ബീഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഗൈനക്കോളജി വിഭാഗം സുസ്ഥിരമായ സേവനം നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരിചരണം നൽകി രോഗികളുടെ ഒരു ആശ്വാസ കേന്ദ്രമായി അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷ രംഗത്ത് വലിയൊരു ആശ്വാസമാവുകയാണ് എടിയൂർ പഞ്ചായത്തിലെ പൂക്കാട്രി എന്ന ഈ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അൽഫ മെഡിക്കെയർ ആശുപത്രി. NABH അംഗീകാരം നേടിയ അൽഫ മെഡിക്കെയർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു സേവനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അംഗീകാരം, ദേശീയ അംഗീകാരം അൽഫ ആശുപത്രിയെ തേടിയെത്തിയത്. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റഹ്മത്ത് ബീഗം, ഒപ്പം തന്നെ സീനിയർ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ റഹ്മത്ത് ബീഗം അവരുടെ ഒരു നേതൃത്വത്തിലാണ് ഈ ഒരു ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു അനന്തരഫലം തന്നെയാണ് NABHൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് പ്രസവ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തി പരിചയസമ്പന്നയായ ഡോക്ടർ റഹ്മത്ത് ബീഗം സീനിയർ ഗൈനക്കോളജിസ്റ്റായി അൽഫ മെഡിക്കെയർ ആശുപത്രിയിൽ എല്ലാ ദിവസവും ഡോക്ടർ ജിൽഷ ജെയ്സൺ അൽഫ മെഡിക്കെയർ ആശുപത്രിയിൽ സജീവമായി പ്രവർത്തന രംഗത്ത് സജീവമാണ്. മാഡം, എങ്ങനെയാണ് അൽഫ മെഡിക്കെയർ വലിയൊരു സന്തോഷകരമായ നിമിഷത്തിലാണ് ദേശീയ അംഗീകാരം NABH അംഗീകാരം ലഭിച്ചൊരു ആശുപത്രിയായി മാറിയിരിക്കുകയാണ്, എന്താണ് പറയുക? നമുക്കെപ്പോഴും മുന്നോട്ട് പോകാൻ, ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്കൊരു പ്രചോദനമാണ് ഇങ്ങനെയുള്ള ഓരോ അംഗീകാരങ്ങളും. നമുക്ക് നമ്മുടെ നിലവാരം ഉയർത്താനും നമ്മുടെ ഓരോ ഹോസ്പിറ്റലിൻ്റെതായ ഓരോ NABH അംഗീകാരം കിട്ടുന്നത് തന്നെ നമ്മുടെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അവർ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. നമുക്ക് ഓരോ നമ്മുടെ ഫെസിലിറ്റീസും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനൊരു അക്രഡിറ്റേഷൻ കിട്ടുന്നത്. അപ്പോൾ അതെപ്പോഴും നമുക്ക് സന്തോഷം തരുന്നതാണ്. നമ്മുടെ ഹോസ്പിറ്റലിന് മുന്നിലേക്ക് വളരാനും ഓരോ ഉയരങ്ങളിലേക്ക് ഓരോ അംഗീകാരങ്ങളും നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനമാണ് തന്നെ. നമുക്ക് മുന്നോട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിനുള്ളൊരു അംഗീകാരമായിട്ടാണ് അതിനെ കാണുന്നത്. നമുക്കറിയാം, ഇതൊരു ടൗൺ പ്രദേശമല്ല, ഒരു ഗ്രാമപ്രദേശമാണ്. എടിയൂർ എന്ന ഗ്രാമത്തിൽ ഒരുപാട് സാധാരണക്കാരായ ആളുകളാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ പ്രസവരംഗത്തേക്ക് ശുശ്രൂഷയ്ക്ക് വരുന്ന ആളുകളൊക്കെ അവരൊക്കെ ഒരു നല്ലൊരു ഇടപെടൽ അല്ലെങ്കിൽ മനുഷ്യത്വ രീതിയിലുള്ളൊരു ഇടപെടൽ, ഒരു പക്ഷേ അതൊക്കെ ഒരു വലിയ ഘടകം തന്നെയായിരിക്കും, ഒരു സാധാരണക്കാരുടെ ഒരു വിജയം തന്നെയായി. ശരിക്കും
നമ്മളിപ്പോൾ ഇവിടെ ഈ ഹോസ്പിറ്റലും ഇവിടെ തുടങ്ങുന്നത് തന്നെ നമ്മൾ മിതമായ ചിലവിൽ ഒരുപാട് അങ്ങനെ വലിയൊരു ഭാരിച്ചൊരു ചിലവില്ലാതെ ട്രീറ്റ്മെൻറ്റ് അല്ല അതിൻ്റെതായ ഫെസിലിറ്റീസിൽ പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു ഗ്രാമപ്രദേശത്ത് നമ്മളിങ്ങനൊരു ഹോസ്പിറ്റൽ ആരംഭിച്ചത് തന്നെ. അതിൽ നമ്മൾക്ക് പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ടും എല്ലാത്തിനും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇവിടെ പേഷ്യൻസ് നമ്മളോട് കിട്ടുന്നെല്ലാം അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്ന് കൂട്ടി നമ്മൾ കൂടുതലായിട്ട് നമുക്കിവിടെ ഓരോ ഫെസിലിറ്റീസ് കൊണ്ടുവരാനൊക്കെ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പ്രസവത്തിന് വരുന്ന അവരോടൊക്കെ എന്താണ് ഡോക്ടർ എന്ന രീതിയിൽ ഈ പ്രദേശവാസികളോടൊപ്പം തന്നെ സമീപവാസികളോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോടൊക്കെ നമ്മൾ പേഷ്യൻസിന് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് കൊടുക്കണം എന്നുള്ളതിലാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. നമുക്ക് പേഷ്യൻസിനും നമ്മളോട് അങ്ങോട്ട് നമ്മൾ 100% നമ്മുടേതായ 100% ഇതിൽ പേഷ്യൻസിന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതിലാണ് പ്രവർത്തിക്കുന്നത്. പേഷ്യൻസ് നമ്മളോട് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോടും അവരുടെ ഒരു നമ്മളവരെ നമ്മുടെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെ കാണുന്നത്. അവർ തിരിച്ചും അങ്ങനെ തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത്. ഈ അംഗീകാരം ഒരു കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുക കൂടി ചെയ്യുകയാണ്. അതെ, എന്തുകൊണ്ടൊരു നമുക്കൊരു കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ അക്രഡേഷൻ NABH അക്രഡേഷൻ നമ്മൾ ആനുവലി നമ്മൾ അതിൻ്റെ അക്രഡേഷന് വേണ്ടിയിട്ടുള്ള വീണ്ടും അപ്ലൈ ചെയ്ത് വീണ്ടും നമുക്ക് കിട്ടണം. അപ്പോൾ ഓരോ പ്രാവശ്യം ആ നിലവാരത്തിൽ നിന്നാൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം അത് കിട്ടുകയുള്ളൂ. സന്തോഷത്തിലാണ്. അൽഫ മെഡിക്കെയറിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഒപ്പം മെഡിക്കൽ ഡയറക്ടർ കൂടിയായ ഡോക്ടർ റഹ്മത്ത് ബീഗം ഈ ഒരു NABH അംഗീകാരം എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ്. ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് വലിയ ആഹ്ലാദത്തിലാണ്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA യിൽ നിന്നും ഈ ഒരു അംഗീകാരം പത്രം മാഡം മേടിക്കുകയുണ്ടായി. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഡോക്ടർ റഹ്മത്ത് ബീഗം പങ്കുവയ്ക്കുകയാണ്. മാഡം NABH അംഗീകാരമാണ് അൽഫ മെഡിക്കെയറിന് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു വരവ്? നമ്മൾ 2019 നമ്മൾ ഈ ഹോസ്പിറ്റൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ നമ്മൾ ഈ ഗ്രാമത്തിൽ ഒരു ആളുകൾക്ക് കുറഞ്ഞ ചിലവിൽ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൂടി ഒരു സർവീസ് കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഹോസ്പിറ്റൽ തുടങ്ങിയത്. നിങ്ങൾക്കറിയാലോ, ഇവിടെ ഒരു ആരും അറിയാതെ കിടക്കുന്ന ഒരു ഗ്രാമമായിരുന്നു ഇത് പൂക്കാട്ടിരി. അപ്പോൾ നമ്മളെ നാട്ടുകാർക്ക്, നമ്മളെ സ്വന്തക്കാർക്കും നാട്ടുകാർക്കും വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റലും ഒരു ആരോഗ്യത്തിൻ്റെ നല്ലൊരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് 2019. ഒരു ചെറിയ ക്ലിനിക്കായിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്തിട്ട് അതൊരു ഹോസ്പിറ്റലാക്കി മാറ്റി. ഒരു 3 years ആയിട്ട് ഇപ്പോൾ അത് ഹോസ്പിറ്റലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ 1 year ആയിട്ട് നമ്മൾ NABH അംഗീകാരത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പേഷ്യൻ്റ് നല്ല കെയറും അവർ പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് വൃത്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റി. അതിലേക്ക് ശ്രമിച്ചു. എല്ലാം സാധിച്ചു. പിന്നെ അതന്നെ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ പേഷ്യൻറ്റിന് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഇവിടെ സേവനം ഉണ്ട്. നമ്മൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ജിൽഷ, ഡോക്ടർ മോൻസി, പിന്നെ നമ്മളെ സ്റ്റാഫ്സും എല്ലാവരും, പിന്നെ പീഡിയാട്രിഷ്യൻസ് ഉണ്ട്. ബാക്കി എല്ലാ ഹെൽത്ത് കെയർ മീൻസ് സ്പെഷ്യാലിറ്റീസ് ഡോക്ടേഴ്സ് കുറച്ച് OP ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഹെൽത്ത് ടീമിൻ്റെ ഒരു പ്രവർത്തനം കൂടിയായിരിക്കും ഈ ഒരു അംഗീകാരത്തിനുള്ള ടീം വർക്കാണ്. നമ്മൾ മാനേജ്മെൻറ്റും സ്റ്റാഫ്സും എല്ലാവരും അതിലേക്ക് ഭയങ്കരമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാനും ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കഠിന പ്രയത്നം തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്കത് 1 year ആയിട്ട് നമ്മൾ ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്കത് അംഗീകാരം കിട്ടുകയും ചെയ്തു. കിട്ടുക എന്നുള്ളത് ഒരു പക്ഷേ വളരെ സമഗ്രമാണ്. ഒരു പക്ഷേ മനുഷ്യ സഹജമായ ഇടപെടൽ അത്തരത്തിൽ എല്ലാ മേഖലകളിലും ശ്രദ്ധ ആ ഒരു പ്രവർത്തനങ്ങൾ നന്നായി നടത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, നമുക്ക് അതുകൊണ്ട് എല്ലാവർക്കും അത് നടത്തിയെടുക്കാൻ സാധിപ്പിച്ചു. അതിൽ നമ്മൾ സന്തുഷ്ടരാണ്. എല്ലാവരോടും നന്ദി പറയുകയും ചെയ്യുന്നു. ഒരു പക്ഷേ അതൊരു മുൾക്കിരീടം കൂടി ആണ്. ഇനിയും കൂടുതൽ ശ്രദ്ധയും അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് വലിയൊരു ശ്രമകരമാണ്. ആ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം തന്നെയായിരിക്കും ഇനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതിനുള്ള ശ്രമം തന്നെയാണ്. ഇനി കൂടുതൽ സർവീസുകൾ അവൈലബിൾ ആക്കാനും അത് മെച്ചപ്പെടുത്താനും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും വേറെയും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തുടങ്ങാനുള്ള പദ്ധതിയിൽ തന്നെയാണ്.
തുടർന്നും ഈ സേവനം ലഭ്യമാകുന്നതാണ്. ഞങ്ങളുടെ MLA-യിൽ നിന്നും ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങുന്നത്. ഒരുപക്ഷെ സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതെ, അതിൽ വളരെ സന്തോഷമുണ്ട്. സാറ് വന്ന് തന്നതിലും നമ്മൾ താങ്ക്സ്. അതായത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയം. അതെ. ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ ഏറ്റവും ഉന്നത മാനദണ്ഡമായ NABH അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ പൂക്കാട്ടിരി അൽഫ മെഡിക്കെയർ ആശുപത്രി NABH അംഗീകാരം നേടിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കരണം എന്നോണം രാജ്യാന്തര നിലവാരത്തിലുള്ള സേവനത്തോടെ അൽഫ മെഡിക്കെയർ എന്ന പേരിൽ ഹോസ്പിറ്റൽ നിലവിൽ വന്നു. ഒരു ആശുപത്രി എന്നതിലപ്പുറം എല്ലാവരുടെയും ആശ്രയമായിട്ടാണ് അതിനെ രൂപകൽപ്പന ചെയ്തത്. ആധുനിക സാങ്കേതിക വിദ്യകളും മനുഷ്യ സ്നേഹവും ഒന്നിച്ചു ചേർത്തി ഹൃദ്യമായ പരിചരണം അൽഫ ഒരുക്കി. രോഗികളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉയർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ആരോഗ്യ സേവനം നൽകുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് സ്ഥാപകരും ഡോക്ടർമാരും മറ്റു ആരോഗ്യ പ്രവർത്തകരും ഓരോ കാലടിയും മുന്നോട്ട് വെച്ചത്. ഈ ചരിത്രപ്രധാനമായ നിമിഷത്തിലേക്ക് എത്തിച്ചേരാൻ അൽഫ മെഡിക്കെയർ ആശുപത്രി നിരവധി പ്രയത്നങ്ങളും ത്യാഗങ്ങളും നടത്തിയിട്ടുണ്ട്. ദേശീയ ആശുപത്രി അക്രഡിറ്റേഷൻ ബോർഡ് എന്നത് ആരോഗ്യ ഗുണനിലവാരത്തിന്റെ പ്രതീകമാണ്. ഈ അംഗീകാരം ഒരു ചെറിയ നേട്ടമല്ല. ഇത് ആശുപത്രിയുടെ ഓരോ പ്രവർത്തനത്തിലും മികവ് നേടാനുള്ള കഠിനാധ്വാനത്തിന്റെ സാക്ഷ്യമാണ്. NABH അക്രഡിറ്റേഷൻ നേടുന്നതിനുള്ള വഴി അത്ര എളുപ്പമല്ലായിരുന്നു. മാസങ്ങളോളം നീണ്ട ആസൂത്രണവും പരിശീലനവും മികച്ച പ്രവർത്തന രീതികൾ എന്നിവയിലൂടെ ആശുപത്രി ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. നഴ്സിംഗ് മുതൽ അഡ്മിനിസ്ട്രേഷൻ വരെ ഓരോ വിഭാഗവും NABH-ന്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പ്രതിബന്ധങ്ങളെ അവസരങ്ങളാക്കി കണ്ടുകൊണ്ട് ഗുണനിലവാരത്തോടുകൂടിയുള്ള പരിചരണം അഭിനിവേശമാക്കി മാറ്റിയ ഹെൽത്ത് കെയർ ടീമിന് മുന്നിൽ എല്ലാ പ്രയാസങ്ങളും ഒന്നുമല്ലാതായി. ഇന്ന് പൂക്കാട്ടിരിയുടെ പച്ചപ്പേറിയ വയലുകൾക്ക് മുകളിൽ സൂര്യനുദിക്കുമ്പോൾ അൽഫ മെഡിക്കെയർ ആശുപത്രി അഭിമാനത്തോടെ നിലകൊള്ളുന്നു. NABH അംഗീകാരം ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അത് വിശ്വാസത്തിന്റെ പ്രതീകമാണ്. സമൂഹത്തോട് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. അവരുടെ ആരോഗ്യം സുരക്ഷിതമായ കരങ്ങളിലാണെന്ന്. ദേശീയ ആശുപത്രി അക്രഡിറ്റേഷൻ ബോർഡിൻ്റെ അംഗീകാരം നേടിയ അൽഫ മെഡിക്കെയർ ആശുപത്രിക്ക് അടുത്തതായി We kindly request to Professor Abid Hussain Tangal MLA, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അൽഫ മെഡിക്കെയർ ഡോക്ടർ റഹ്മത്ത് ബീഗത്തിന് ഉപഹാരം നൽകുകയാണ്. മെഡിക്കൽ ബോർഡിൽ ദേശീയ ആശുപത്രി അക്രഡിറ്റേഷൻ ബോർഡിന്റെ അംഗീകാര സർട്ടിഫിക്കറ്റ് നൽകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. 6 വർഷങ്ങൾക്ക് മുമ്പ് ജനുവരി 1-ാം തീയതി പൂക്കാട്ടിരിയിലെ ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കരണമെന്നോണം രാജ്യാന്തര നിലവാരത്തിലുള്ള സേവനത്തോടെ അൽഫ മെഡിക്കെയർ എന്ന പേരിൽ ഹോസ്പിറ്റൽ നിലവിൽ വന്നു. ഒരു ആശുപത്രി എന്നതിലപ്പുറം എല്ലാവരുടെയും ആശ്രയമായിട്ടാണ് അതിനെ രൂപകൽപ്പന ചെയ്തത്. ആധുനിക സാങ്കേതിക വിദ്യകളും മനുഷ്യ സ്നേഹവും ഒന്നിച്ചു ചേർത്തി ഹൃദ്യമായ പരിചരണം അൽഫ ഒരുക്കി. രോഗികളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉയർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ആരോഗ്യ സേവനം നൽകുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് സ്ഥാപകരും ഡോക്ടർമാരും മറ്റു ആരോഗ്യ പ്രവർത്തകരും ഓരോ കാലടിയും മുന്നോട്ട് വെച്ചത്. ഈ ചരിത്രപ്രധാനമായ നിമിഷത്തിലേക്ക് എത്തിച്ചേരാൻ അൽഫ മെഡിക്കെയർ ആശുപത്രി നിരവധി പ്രയത്നങ്ങളും ത്യാഗങ്ങളും നടത്തിയിട്ടുണ്ട്. ദേശീയ ആശുപത്രി അക്രഡിറ്റേഷൻ ബോർഡ് എന്നത് ആരോഗ്യ ഗുണനിലവാരത്തിൻ്റെ പ്രതീകമാണ്. ഈ അംഗീകാരം ഒരു ചെറിയ നേട്ടമല്ല. ഇത് ആശുപത്രിയുടെ ഓരോ പ്രവർത്തനത്തിലും മികവ് നേടാനുള്ള കഠിനാധ്വാനത്തിൻ്റെ സാക്ഷ്യമാണ്. NABH അക്രഡിറ്റേഷൻ നേടുന്നതിനുള്ള വഴി അത്ര എളുപ്പമല്ലായിരുന്നു. മാസങ്ങളോളം നീണ്ട ആസൂത്രണവും പരിശീലനവും മികച്ച പ്രവർത്തന രീതികൾ എന്നിവയിലൂടെ ആശുപത്രി ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. നഴ്സിംഗ് മുതൽ അഡ്മിനിസ്ട്രേഷൻ വരെ ഓരോ വിഭാഗവും NABH-ന്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പ്രതിബന്ധങ്ങളെ
അവസരങ്ങളാക്കി കണ്ടുകൊണ്ട് ഗുണനിലവാരത്തോടുകൂടിയുള്ള പരിചരണം അഭിനിവേശമാക്കി മാറ്റിയ ഹെൽത്ത് കെയർ ടീമിനു മുന്നിൽ എല്ലാ പ്രയാസങ്ങളും ഒന്നുമല്ലാതായി. ഇന്ന് പൂക്കാട്ടിരിയുടെ പച്ചപ്പേറിയ വയലുകൾക്ക് മുകളിൽ സൂര്യനുദിക്കുമ്പോൾ അൽഫ മെഡിക്കെയർ ആശുപത്രി അഭിമാനത്തോടെ നിലകൊള്ളുന്നു. NABH അംഗീകാരം ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്, സമൂഹത്തോട് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. അവരുടെ ആരോഗ്യം സുരക്ഷിതമായ കരങ്ങളിലാണെന്ന്. സഫ്വാൻ UP അൽഫ മെഡിക്കെയർ ആശുപത്രിയുടെ ജനറൽ മാനേജറാണ്. ഒരുപക്ഷെ ഈ ഒരു അംഗീകാരത്തിൻ്റെ പിറകിൽ വലിയ രീതിയിലുള്ള എഫേർട്ട് എടുത്ത ഒരു വ്യക്തിയാണ് സഫ്വാൻ തന്നെ ഈ ഒരു അംഗീകാരം നേടിയതിൻ്റെ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. നല്ലൊരു സന്തോഷകരമായ ഒരു നിമിഷം. അവാർഡൊക്കെ വാങ്ങിച്ച് ദേശീയ അംഗീകാരത്തിൻ്റെ നിറവിലാണ് അൽഫ മെഡിക്കെയർ ആശുപത്രി. തീർച്ചയായിട്ടും. അതായത് NABHൻ്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിൽ ലഭിച്ചതിനുള്ള സന്തോഷം ഇവിടെ അറിയിക്കുകയാണ്. അത് ഒരു ലോങ് പ്രോസസ്സാണ്. ഓൾമോസ്റ്റ് നമ്മളൊരു 1 ഇയറോളം എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സിന്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ സൂചിപ്പിച്ച പോലെ നമ്മൾ 2019 ഈ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമ്മൾ താരതമ്യം ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ ഇവിടെയുള്ള സ്ഥാപനങ്ങളിൽ പോലെ ഒരു സ്ഥാപനം എന്നുള്ളതിലുപരി ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ആളുകൾക്ക് ഈ സർവീസ് കൊടുക്കുക എന്നാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. കാരണം മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വളരെ, അതായത് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക്, ആളുകളുടെ പേഷ്യൻസിൻ്റെ കെയറിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ അവർ അപ്രൂവ് ചെയ്യാൻ തീരെ ടൈം വേണ്ട, ടപ്പിച്ചിട്ട് അപ്രൂവൽ കിട്ടും. ഓക്കെ, അങ്ങനെ അപ്രൂവൽ കിട്ടി. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ISO അംഗീകാരത്തിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ലഭിച്ചു. ദെൻ രണ്ടാമത് NABH അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാം എന്നുള്ളതുപരി, അപ്പോൾ അക്രഡിറ്റേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്ലാന്. NABH സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിലുപരി അതിൻ്റെ ക്വാളിറ്റി ഓഫ് കെയർ ആളുകൾക്ക് കിട്ടുക എന്നുള്ളത്. അതിനുവേണ്ടി ട്രൈ ചെയ്തു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, മാനേജ്മെൻറ്റിൽ നിന്ന് അപ്രൂവൽ കിട്ടി, ഡോക്ടേഴ്സിൻ്റെ, പിന്നെ നഴ്സുമാരുടെ, ബാക്കിയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ, ഇൻക്ലൂഡിങ് ഹൗസ് കീപ്പിംഗ്, അവർ വരെ ഇതിന് വേണ്ടിയിട്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്വാളിറ്റി കെയർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, പേഷ്യൻസിന് ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ വരുന്നു, അതിൻ്റെ ഒരു ക്വാളിറ്റി കെയർ നമുക്ക് പറയാൻ പറ്റുന്നു, പിന്നെ ഹോസ്പിറ്റൽ വളരെ സന്തോഷത്തിലാണ്. എന്താണ് പേഷ്യൻസിന് ഗുണം എന്നുള്ളത് പറയുമ്പോൾ, അവർക്ക് ഏതൊരു ചെറിയ ആവശ്യത്തിന് പോലും ഹൈ സ്റ്റാൻഡേർഡ് ഫെസിലിറ്റി അവർക്ക് കിട്ടും. ഇപ്പോൾ മെഡിസിൻ ആവട്ടെ, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആവട്ടെ. ഇപ്പോൾ മെഡിസിനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് സാധാരണ പോലെ ഒരു മെഡിസിൻ എങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വരുന്നു, നേരെ മെഡിസിനോട് കൊടുന്ന് വെക്കുന്നു, അത് വിൽക്കുന്നു എന്നുള്ളതിലുപരി അങ്ങനത്തെ ഒരു പോളിസി നമുക്കില്ല. നമുക്കതിന് ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിൽ ഡോക്ടേഴ്സും ഫാർമസിസ്റ്റും ഇവരെല്ലാവരും കൂടി അതിൻ്റെ ക്ലിനിക്കൽ സൈഡൊക്കെ പരിശോധിച്ചതിന് ശേഷം ഒരു മെഡിസിൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വിൽക്കാൻ പാടുള്ളൂ. ആ രൂപത്തിലേക്കുള്ള കെയറിങ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കറിയാമല്ലോ, പല ടൈപ്പ് ഓഫ് മെഡിസിൻസും അവൈലബിൾ ആണ്. പക്ഷേ അതിൽ ക്വാളിറ്റിയുള്ള മെഡിസിൻസ് നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കും, ക്വാളിറ്റിയുള്ള കെയറിങ് അവർക്ക് കിട്ടും. പിന്നെ അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് പേഷ്യൻസിന് കൊടുക്കുക. അതാണ് നമ്മളൊരു വില്ലേജ് ഓറിയൻറ്റഡ് ആണ് നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ. ഭൗതിക സൗകര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഒരുക്കാൻ ഉദ്ദേശിച്ച അവരുടെ ഒരു തീർച്ചയായിട്ടും അവരുടെ എല്ലാ സ്റ്റാൻഡേർഡുകളും കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അസസറായിട്ട് ഡൽഹിയിൽ നിന്നായിരുന്നു ഒരാൾ വന്നിട്ടുണ്ടായിരുന്നത്. പുള്ളി വളരെ സന്തോഷത്തിലാണ് പോയത്. കാരണം ഇപ്പോഴും 1-2 അറ്റംപ്റ്റിലാണ് എല്ലാവർക്കും കിട്ടാറുള്ളത്. പക്ഷേ നമ്മൾ 1 by 1 എല്ലാതും കൃത്യമായിട്ട് തന്നെ, ഒരു ഡെമോ എന്നുള്ളതിലുപരി കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്കതിൽ അഡീഷണലായിട്ടൊന്നും മാറ്റം വരുത്താനോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉത്തരവാദിത്വമാവുകയാണ് ഒരു പക്ഷേ. തീർച്ചയായിട്ടും ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഒന്നുകൂടി കെയർ എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകും. പിന്നെ അതിനോട് കൂടെ പറയാനുള്ളത്, ഇത് നമ്മൾ തുടക്കത്തിൽ നിന്ന് 2019 നിന്നും 2025 എത്തുമ്പോൾ ഒരു നല്ലൊരു ഗ്രോത്ത് ഇതിൽ കാണുന്നുണ്ട്. കൂടുതൽ നമ്മൾ ട്രസ്റ്റ് ചെയ്ത കുറേ കുടുംബങ്ങളും കുറേ ആളുകളുമുണ്ട്.
അവർക്കാണ് ഇതിൻ്റെ ഒന്നാമത്തെ താങ്ക്സ് പറയാനുള്ളത്. കാരണം നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് അവർ വന്നു, അവരുടെ ഫീഡ്ബാക്കും അവരുടെ നിന്ന് കിട്ടുന്ന മറുപടികളും നമ്മൾ അംഗീകരിച്ചുകൊണ്ടും അത് മോഡിഫൈ ചെയ്തുകൊണ്ടും പോയി. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ നമ്മൾ വെക്കുന്നുണ്ട്. നമ്മൾ ഗൈനക്കോളജിയിൽ 10-15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്, ബാക്കിയുള്ളവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ഹൈ ഫെസിലിറ്റി IVF സെൻറ്റർ എന്നുള്ള രീതിയിലേക്ക് മാറാനുള്ളൊരു പ്ലാനുണ്ട്. മീൻസ് അഡീഷണൽ ആയിട്ട് കൊടുക്കുക. പിന്നെ 24/7 ഓർത്തോ കെയർ കൊടുക്കാനുള്ള പ്ലാനുണ്ട്. വിത്തിൻ നോ ടൈം നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തോട് പറയാനുള്ളത് ഈ അംഗീകാരം തീർച്ചയായിട്ടും അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കെയറിനേക്കാൾ കൂടുതൽ കെയറിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഇവർക്ക് വേണ്ട എല്ലാ സർവീസുകളും എത്തിച്ചു കൊടുക്കും. അത് അഫോർഡബിൾ ആയിട്ടുള്ള, പിന്നെ എല്ലാവർക്കും പ്രാപ്യമായ നിരക്കിൽ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് നമുക്കത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് അവരോട് പറയാനുള്ളത്. ഇതുവരെ നമ്മളുമായി സഹകരിച്ച, നമ്മളുടെ സർവീസ് അവൈൽ ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്, നന്ദി പറയാനുണ്ട്. കാരണം അവരുടെ ഫീഡ്ബാക്കുകളും ഞങ്ങളുടെ പോരായ്മകളുണ്ടെങ്കിൽ അവർ പറഞ്ഞ് അത് ഞങ്ങൾ മാറ്റം വരുത്തി. പിന്നെ ഞങ്ങളുടെ സർവീസുകൾ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പേഷ്യൻ്റ് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരിങ്ങനെയാണ് കമ്പയർ ചെയ്യുക, ഞങ്ങൾ ദുബായിലൊക്കെ ഇങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അതായത് അവർ കമ്പയർ ചെയ്യുന്നത് ഒരു ഹൈ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതുതന്നെ നമുക്കൊരു അപ്രീസിയേഷനാണ്. അപ്പോൾ അതിന് വേണ്ട മാറ്റങ്ങൾ നമ്മളതിൽ വരുത്തിയിട്ടുണ്ട്. പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം നമുക്കിപ്പം കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഏതായാലും NABHന്റെ അംഗീകാരത്തോടു കൂടി വലിയ രീതിയിലുള്ള ഈ ഒരു പ്രദേശവാസികൾക്ക് വലിയ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് അൽഫ മെഡിക്കെയർ ആശുപത്രി. ഈ ഒരു സന്തോഷ നിറവിലാണ് ഡോക്ടർമാരും ഒപ്പം മറ്റുള്ള ആരോഗ്യ പ്രവർത്തകരെല്ലാം. ഡോക്ടർ, വലിയൊരു സന്തോഷത്തിൻ്റെ നിറവിലാണ് അൽഫ മെഡിക്കെയർ ആശുപത്രി NABHന് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ഹക്കീം, പീഡിയാട്രീഷ്യനാണ്. ഇപ്പോൾ നമ്മൾ 5 വർഷമായി നമ്മളിവിടെ ഈ വളാഞ്ചേരിയുടെ പരിസരത്ത്, പ്രത്യേകിച്ച് പൂക്കാട്ടി ഭാഗത്ത് ഏറ്റവും നല്ല, അതായത് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അത്രയും കെയറോട് കൂടി എന്നാലോ സാധാരണക്കാർക്ക് ഉതകുന്ന അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്ന 5 വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു അംഗീകാരം എന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് NABH ഇൻ്റർനാഷണൽ ഒരു അക്രഡിറ്റേഷൻ നമുക്ക് വന്നിട്ടുണ്ട്, ആ ഒരു ക്വാളിറ്റി ഓഫ് കെയറിൻ്റെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇത്രയും നമ്മുടെ കൊടുത്ത ആ ഒരു കെയറിൻ്റെ അതിനോടുള്ള ഒരു ഗവൺമെൻറ് ഒരു അംഗീകാരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നിമിഷത്തിൽ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഗൈനക്ക് ഡിപ്പാർട്ട്മെൻറ്റും പീഡിയാട്രിക്കും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. പീഡിയാട്രിക്ക് നമ്മൾ പീഡിയാട്രിക്കിൽ ജനിച്ച കുട്ടികൾക്ക്, അത് മാസം തികയാത്ത കുട്ടികൾക്കുള്ള കെയർ മുതൽ ബാക്കി ശ്വാസതടസ്സത്തിനും അതേപോലെ പിന്നെ കുട്ടികൾക്കുണ്ടാകുന്ന മഞ്ഞ മുതലായ എല്ലാ കാര്യങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദഗ്ധമായ ചികിത്സയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് ഇതിന് പുറമെ ഇതിനേക്കാൾ കുറച്ചുകൂടി ഒരു പടിയും കൂടി മേലെ നമുക്ക് ഇനിയും ഈ നാട്ടുകാർക്കും വളാഞ്ചേരി നിവാസികൾക്കും മൊത്തത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലക്കും ഒരു നല്ലൊരു ഉദാഹരണമായി മാറാൻ പറ്റി അൽഫ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ നമുക്ക് എത്താനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു NABH കിട്ടിയ സന്തോഷം നമുക്കെല്ലാവർക്കും, എല്ലാ ഡോക്ടേഴ്സിനും അതുപോലെ എല്ലാ സ്റ്റാഫിനും ഉള്ളതുപോലെ നമുക്ക് അതൊരു നല്ലൊരു അംഗീകാരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നാട്ടുകാർക്കാണ് ഇതിൻ്റെ പ്രയോജനം നടക്കുന്നത്. കാരണം വളാഞ്ചേരി, ഞാൻ പറഞ്ഞല്ലോ, പൂക്കാട്ടി മെയിനായിട്ട്, അത് കൂടാതെ വളാഞ്ചേരി പരിസരത്ത് അത് മാത്രമല്ല മലപ്പുറം ജില്ലയിൽ മൊത്തമായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ആളുകൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ വരുന്നത് നമ്മുടെ ആ ക്വാളിറ്റി ഓഫ് കെയറും നമ്മുടെ ആ അഫോർഡബിൾ പ്രൈസും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് മാത്രം. ഇനിയും അത് ഒരുപാട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. അതും ഇതിനേക്കാൾ ഉപരി കെയർ എല്ലാവർക്കും കിട്ടും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും എല്ലാവരും കാര്യങ്ങൾ പങ്കുവെച്ചു. പൂക്കാട്ടി അൽഫ മെഡിക്കെയർ ആശുപത്രി ഈ ഒരു ദേശീയ അംഗീകാര നിറവിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രയോജനം ലഭിക്കുക നാട്ടുകാർക്കും ഒപ്പം ഈ ഒരു പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകൾക്കുമാണ്. ഈ ഒരു അവസരം അല്ലെങ്കിൽ ഇവിടെ ലഭിക്കുന്ന ഈ ഒരു സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ ചിലവിലാണ് എല്ലാ ചികിത്സാ രീതികളും മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം. തുടർന്നുള്ള കാലങ്ങളിലും അൽഫ മെഡിക്കെയറുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും മാനേജ്മെൻറ്റ് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്.